അവൻ ഞെട്ടി ഉണർന്നു. ഏതാണ് ഓ ഈ മതിൽ? ഏതാണ് ഈ രക്തം? എന്തൊരു സ്വപ്നം! ഞെട്ടി ഉണർന്ന് ചുറ്റും നോക്കുമ്പോൾ ഇരുട്ടാണ്, എല്ലാവരും ഉറങ്ങുന്നു. അടുത്ത് കഴിഞ്ഞ സമയത്ത് താൻ വലിച്ചെറിഞ്ഞതായ ആ പുതിയ നിയമം കിടക്കുന്നത് കണ്ടു. ഓടിപ്പോയി ആർത്തിയോടെ അതിനെ തുറക്കുമ്പോൾ 1 യോഹന്നാൻ 1:9 കണ്ടു. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ ദിവസം എന്നെ കേൾക്കുന്ന യുവാവേ, യുവതിയെ, ആരോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ആരോ നിനക്ക് വേണ്ടി കരയുന്നുണ്ടായിരിക്കാം. നീ ദൈവകൃപയിലേക്ക് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ നിൽക്കുന്നത് നിന്റെ കഴിവ് കൊണ്ട് അല്ല, ആരോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട്. അന്നവൻ മുട്ടുമടക്കി യേശുവിനോട് പറഞ്ഞു: യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്റെ ഹൃദയവാതിൽ അങ്ങയ്ക്കായി തുറക്കുന്നു. അങ്ങയെ ഞാൻ രക്ഷിതാവും കർത്താവുമായി എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. അതെ, യേശു അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. കൃപയാൽ കർത്താവ് അവന്റെ ജീവിതത്തെ രക്ഷിക്കുകയുണ്ടായി. ഒരു ദൈവ പൈതലായി തീർന്നു. പിൽക്കാലത്ത് പ്രശസ്തനായ ഒരു സുവിശേഷകനുമായി ഈ ദിവസം മനസ്സിലാക്കുക: there is power in the blood of Jesus. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഇപ്പോൾ തന്നെ ഏതൊരു മന്ത്രിയല്ല, ഏതൊരു വലിയ ഉന്നതനായ ഉദ്യോഗസ്ഥനല്ല, രാജാതി രാജാവായി യേശു നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞേ: യേശുവേ, എന്റെ ഹൃദയവാതിൽ അങ്ങയ്ക്കായി തുറക്കുന്നു. അങ്ങേ ഞാൻ രക്ഷിതാവും കർത്താവുമായി എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ കൃപയാൽ യേശു നിന്നെ രക്ഷിക്കും. നിന്റെ പാപത്തെ മാറ്റുവാൻ യേശു ജനത്തിൽ പ്രത്യക്ഷനായി. ഇപ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ തന്നെ ഓർമ്മ വരുന്ന സകല പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാട്ടെ. തിരുവചനം പറയുന്നു: തന്റെ ലംഘനങ്ങളെ മറിക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇപ്പോൾ തന്നെ യേശു കർത്താവിനോട് നിറകണ്ണുകളോടെ തീരുമാനത്തോടെ പറ: യേശുവേ, ആ പാപം എനിക്ക് വേണ്ട. ആ പാപത്തിനെതിരെ ഞാൻ തീരുമാനിക്കുന്നു. ആ വഴിയിൽ ഞാൻ നടക്കത്തില്ല, ആ വാതിലുകൾ ഞാൻ കടക്കത്തില്ല. ആ പാപത്തിൽ നിന്ന് ഞാൻ ഇന്ന് ഇപ്പോൾ തന്നെ മനം തിരിയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? ഇപ്പോൾ തന്നെ ഹൃദയവാതിൽ തുറന്ന് യേശുവിനോട് പറഞ്ഞാട്ടെ: അങ്ങേ ഞാൻ രക്ഷിതാവും കർത്താവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ഒരുക്കമാണെങ്കിൽ ഈ പ്രാർത്ഥനാവാചകം എന്നോട് ചേർന്ന് ആവർത്തിച്ച് പറഞ്ഞാട്ടെ: കർത്താവ് യേശുവേ, പറയുക, കർത്താവ് യേശുവേ, ഞാൻ പാപി, എൻ്റെ ഹൃദയവാതിൽ അങ്ങയ്ക്കായി തുറക്കുന്നു. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. എന്തെന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടെ നീ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിന്മേൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പറയുക: യേശു കർത്താവേ, ജീവപുസ്തകത്തിൽ എൻ്റെ പേരിനെ അവിടെ നീ എഴുതണമേ. അപ്രകാരം ചെയ്തിരിക്കുന്ന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഞാൻ തുടർന്ന് നിങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. വിശ്വസ്തനായ ദൈവമേ, നിന്റെ കുഞ്ഞുങ്ങളെ ഏവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഈ പ്രത്യേക ദിവസത്തിൽ ഈ ദൂത് കേട്ട എല്ലാവരുടെ പേരിലും അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരുമാറാകട്ടെ. അങ്ങയുടെ വിലയേറിയ രക്തത്താൽ നിന്റെ മക്കളെ അവിടുന്ന് കഴുകി അവിടുന്ന് വിശുദ്ധീകരിക്കും. ഇന്ന് ഇപ്പോൾ തന്നെ സ്വർഗീയ സമാധാനത്താലും സന്തോഷത്താലും അവർ ഓരോരുത്തരെ അവിടുന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീസസ്, ലോകം തരാൻ കഴിയാത്ത സമാധാനം, ലോകത്തിന് എടുത്തു കളവാൻ കഴിയാത്ത സന്തോഷത്താൽ ഓരോ ഹൃദയങ്ങളെ ഇന്ന് ഈ പ്രത്യേക ദിവസത്തിൽ അവിടുന്ന് നിറയ്ക്കുന്ന അങ്ങയുടെ വിലയേറിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. അത്ഭുതകരമായ ദൈവകൃപയ്ക്കായി കർത്താവ് അവരുടെ ജീവിതത്തെ താങ്ങുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. കത്തുന്ന മുൾപ്പടപ്പിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ, മുൾപ്പടപ്പിൽ കത്തിപ്പാൻ ദൈവകൃപ ഇറങ്ങി വന്നതുപോലെ, ദൈവ സാന്നിധ്യം ഇറങ്ങിയ പോലെ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുമേ ദൈവകൃപ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. അത്ഭുതകരമായി നീ ഇവിടെ തൊടുന്ന കൃപയ്ക്കായി നന്ദി. പാപം നിമിത്തം ഉള്ളതായ സകല രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. മദ്യപാനം കൊണ്ടുവന്ന രോഗങ്ങൾ, മറ്റ് ലഹരി വസ്തുക്കൾ ശരീരത്തിൽ കൊണ്ടുവന്ന സകല ദുഷ്ടരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. എല്ലാ കരൾ രോഗങ്ങൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി ശരീരം വിറയ്ക്കുന്ന ക്രമത്തിലായിരിക്കുന്ന സഹോദരന്മാർ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ വിടിവിക്കപ്പെടുമാറാകട്ടെ. തല മുതൽ പാദം വരെ പുതിയ സൃഷ്ടികളാക്കി അവിടെ ജീവിതത്തോടെ തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നന്ദി കർത്താവ്. ഒരു സഹോദരി മിനിയെ ഇന്ന് പകൽ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽ ഇപ്പോൾ തന്നെ മിനി, ദൈവം നിന്റെ ജീവിതത്തിന് 2 സൗഖ്യം നൽകുന്നു. 1 നിന്റെ ശാരീരികമായി, 2 നിന്റെ കുടുംബത്തിന്. 1 നിന്റെ ശരീരത്തിന്, 2 നിന്റെ കുടുംബത്തിന്. മിനി, ഇത് നിന്റെ അത്ഭുതത്തിന്റെ ദിവകാലങ്ങൾ അത്രേ യേശുവിൻ്റെ നാമത്തിൽ. നന്ദി കർത്താവേ. മനോജ്, ഈ ദിവസം വലിയ
ഒരു വ്യത്യാസത്തിലേക്ക് ദൈവം നിന്റെ ജീവിതത്തിന് വഴി നടത്തുന്നു. കണ്ടിട്ടില്ലാത്ത നീ കാണുവാൻ പോകുന്നു മനോജ്. കേട്ടിട്ടില്ലാത്തവ നിന്റെ ജീവിതത്തിൽ സംഭവിപ്പാനും പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് തുടർന്ന് കൃപയ്ക്കായി സ്തോത്രം. സകല ദുഷ്ടരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പൂർണ്ണ വിടുതലിലേക്ക് നിന്റെ മക്കളെ അവിടുന്ന് നടത്തുന്ന കൃപയ്ക്കായി നന്ദി. തല മുതൽ പാദം വരെ അങ്ങയുടെ സൗഖ്യത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ നിറയപ്പെടുമാറാകട്ടെ. എല്ലാ മഹത്വം അങ്ങയ്ക്ക്, ബഹുമാനം അങ്ങയ്ക്ക്. പാപത്തെ ജയിച്ച് ദൈവകൃപയിൽ വിശുദ്ധിയിൽ ജീവിപ്പാൻ ശക്തനായ പരിശുദ്ധാത്മാവേ അവിടുന്ന് എല്ലാവരെയും ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വിശ്വസിക്കുക സഹോദരങ്ങളെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, വേദപുസ്തകം അനുസരിച്ച് ചലിക്കുന്നതായ നല്ല സഭകളിൽ പോയി ദൈവത്തെ ആരാധിക്കുക. മറന്നു പോകരുതേ, അവൻ ജഡത്തിൽ വെളിപ്പെട്ടത് നമ്മുടെ പാപങ്ങളെ നീക്കുവാൻ അത്രേ. എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. നിരന്തരം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയിരിക്കും. ഇത് ഭംഗിവാക്കല്ല, ഒരു യാഥാർത്ഥ്യം അത്രേ. ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 801 ട്രിവാൻഡ്രം 3. അല്ലെങ്കിൽ ഈ ടെലിഫോൺ നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. 9448306004 അല്ലെങ്കിൽ 047127257273 അല്ലെങ്കിൽ 2725274. ഞങ്ങളുടെ ആരാധന യോഗത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച സ്ക്രീനിൽ കാണുന്ന അഡ്രസ് അനുസരിച്ച് ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുക. അടുത്തയാഴ്ച ഇതേ നേരം നാം കാണുന്നതുവരെ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. മാറാത്ത യേശുവിന്റെ മാറ്റമില്ലാത്ത വചന സന്ദേശവുമായി ബ്രദർ സുരേഷ് ബാബു. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക ദൂതുകൾ, ദൈവിക രോഗശാന്തി, ക്രിസ്തുവിൽ നിങ്ങളെ വളർത്തുന്ന ദൈവിക ആലോചനകൾ, നിങ്ങൾക്ക് വ്യക്തിപരമായ പ്രാർത്ഥനകൾ. ഈ ആരാധനായോഗങ്ങളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചയും 3 മുതൽ 5 വരെ പോളിയോ ഹോം ഹാൾ, LMS കോമ്പൗണ്ട്, തിരുവനന്തപുരം. എല്ലാ ചൊവ്വാഴ്ചയും 5:30 മുതൽ 8:30 വരെ പഞ്ചായത്ത് അസോസിയേഷൻ ഹാൾ, വെള്ളയമ്പലം, ട്രിവാൻഡ്രം. വിശ്വാസത്തോടെ കടന്നു വരിക. യേശു നിങ്ങൾക്കായി ഒരു വലിയ അത്ഭുതം ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഈ മിനിസ്ട്രിയെ സാമ്പത്തികമായി സഹായിക്കുവാൻ താല്പര്യമുള്ളവർ ചെക്കായോ ഡ്രാഫ്റ്റായോ ഈ വിലാസത്തിൽ അയക്കുക. ഞങ്ങളുടെ വിലാസം: ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 801 ട്രിവാൻഡ്രം 3. ഫോൺ 0471-272-5273 അല്ലെങ്കിൽ 272-5274. മൊബൈൽ 9447830604. ഇമെയിൽ suresh@torchoftruthindia.org. എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. ഹല്ലേലൂയാ, മഹത്വം, സ്തോത്രമെന്റെ രക്ഷകന്. ഹല്ലേലൂയാ, കീർത്തനം പാടും ഞാൻ കർത്താവിന്. ഹല്ലേലൂയാ, മഹത്വം, സ്തോത്രമെന്റെ രക്ഷകന്. ഹല്ലേലൂയാ, കീർത്തനം പാടും ഞാൻ കർത്താവിന്. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു.